ടിക്കറ്റ് ഫിനാലയുടെ അഞ്ചാമത്തെ ടാസ്കാണ് അല്പസമയം മുന്നേ ലൈവിൽ കഴിഞ്ഞത്. അഞ്ചാമത്തെ ടാസ്കിൽ 8 പോയിന്റോട് കൂടി നെവിനാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് നെവിൻ അക്ബറിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ഷാനവാസിന് ഞാൻ എന്റെ 8 പോയിന്റ് കൊടുക്കാം. എനിക്കിപ്പോ കിട്ടിയ 8 പോയിന്റ് ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ഞാൻ കാരണമല്ലേ ഇന്നത്തെ ടാസ്ക് അയാൾക്ക് ചെയ്യാൻ പറ്റാതെയായത്. അപ്പോൾ അക്ബർ പറയും, അത് സംഭവിച്ചു പോയതല്ലേ. എന്നെല്ലാം അവിടെ അക്ബർ പറയും, ഇനി നെവിൻ തന്റെ പോയിന്റ് കൊടുക്കാൻ തയ്യാറായാലും ഷാനവാസ് അത് വാങ്ങില്ല. ഷാനവാസ് കളിച്ച് നേടിയ പോയിന്റ് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് നൂറ ആദിലയോടും അനുമോളോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഷാനവാസിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ ഇനി എന്താ ചെയ്യാ? അപ്പോൾ ആദില പറയും, പുള്ളിക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തൊക്കെ പറയുമ്പോൾ അനു പറയും, എല്ലാത്തിനും കാരണം 3 അക്ബർ, ആര്യൻ, നെവിൻ. നൂറ പറയും, ഒരാളുടെ ഫിനാലെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ആദില പറയും, അവരുടെ സന്തോഷം അധികകാലം നിലനിൽക്കില്ല ബേബി എന്നെല്ലാം പറയുന്ന ആദിലയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ഷാനവാസൊക്കെ ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നെന്തായാലും ഷാനവാസ് വരാൻ ചാൻസ് ഇല്ല. നാളത്തെ ലൈവിലായിരിക്കും ഷാനവാസ് ഒരു പക്ഷേ ഹൗസിൽ കയറുക. എന്തായാലും എല്ലാം ഓക്കെ ആയിട്ട് ഷാനവാസ് തിരിച്ചു വരട്ടെ. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.